ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രമ്യാസ് പ്ലാനറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും ഒരു 10-15 മിനിറ്റ് പിന്നെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പീര കൊണ്ടുള്ള ഒരു അടിപൊളി ലഡു. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ലഡു തയ്യാറാക്കാൻ ആദ്യം ഒരു പാൻ ചൂടാക്കിയെടുക്കണം. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണേ. 2 കപ്പ് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പീര ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ കൈ വിടാണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ പിന്നെ നമ്മളെ ലഡുവിൻ്റെ ടേസ്റ്റ് ആകെ മൊത്തം കൊളാവും. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ തേങ്ങാപ്പീര എടുത്ത കപ്പിൽ തന്നെയാണ്, സെയിം കപ്പിൽ തന്നെയാണ് പഞ്ചസാരയുടെയും പാലിൻ്റെയൊക്കെ അളവെടുക്കേണ്ടത്. പാലും തേങ്ങാപ്പീരയും നന്നായിട്ട് യോജിച്ച് വരണം. തേങ്ങാപ്പീര പാല് മൊത്തമായിട്ടും അബ്സോർബ് ചെയ്യുന്ന സമയത്ത് നല്ല ഡ്രൈ ആയി വരുന്നൊരു സമയം ഉണ്ടാവും. ആ സമയത്താണ് നമ്മളിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ പാലെല്ലാം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം, മധുരം വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ കറക്റ്റ് തന്നെ ആയിട്ട് വരും 1 കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ. ഇനി ഇത് നേരത്തെ പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പാൽപ്പൊടി ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ഇട്ടതിന് ശേഷം നല്ലപോലെ നേരത്തെ പോലെ തന്നെ വീണ്ടും നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. കൈ വിടാണ്ട് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് തന്നെയാണ് വെച്ചിട്ടുള്ളത്, അത് മറന്നു പോകരുത്. തേങ്ങാപ്പീരയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന ഈ ഒരു സ്റ്റേജ്, വെള്ളമൊക്കെ എല്ലാം വറ്റിയിട്ട് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മിക്സിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ ചൂടുകൊണ്ട് ജസ്റ്റ് കരിഞ്ഞു പോവും. ഇനി ഇതുപോലെ കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് ചെറിയ ബോൾസ് ആക്കി എടുക്കണം. കുറച്ച് ചൂട് മാറിക്കഴിയുമ്പോൾ ചെയ്താൽ മതി. നമ്മളെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന പാകത്തിനാകുമ്പോൾ ഇതുപോലെ കയ്യിലിട്ടിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മളെ ബോൾസ് നല്ല ഷേപ്പിൽ വരും. ഇപ്പോൾ ഒരു ബോൾ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു നാരങ്ങ വലിപ്പത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കിയുള്ള ബോൾസൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഗാർണിഷിംഗ് ആണ്. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങാപ്പീര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറുത്ത എള്ള് അതും കൂടി ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ എടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മളെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെയ്യുന്നത്. ലഡു നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മൾ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതിൽ റോൾ ചെയ്തെടുക്കണം. ആദ്യം തന്നെ ഒരു ബോൾ എടുത്തിട്ട് ഞാൻ ഈ തേങ്ങാപ്പീരയിൽ റോൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇളം ചൂടോടുകൂടി ഉരുട്ടിയെടുത്താൽ മാത്രമേ നമ്മൾ ഈ റോൾ ചെയ്യുന്ന സമയത്ത് തേങ്ങാപ്പീരയൊക്കെ ഈ ബോൾസിൽ പറ്റിപ്പിടിക്കൂ.
അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്ത ബോൾ ഞാൻ കറുത്ത എള്ളിൽ മാത്രമേ മുക്കിയെടുക്കുന്നുള്ളൂ. ആദ്യം ചെയ്തത് തേങ്ങാപ്പീര മാത്രമേ ചെയ്തുള്ളൂ. ഇതിപ്പോൾ കറുത്ത എള്ളിൽ മാത്രമേ ഉരുട്ടിയെടുക്കുന്നുള്ളൂ. ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് ആദ്യം നമ്മളൊന്ന് എള്ളിൽ റോൾ ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ തേങ്ങാപ്പീരയിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ 3 ടൈപ്പിലുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗാർണിഷ് ചെയ്തത് 3 ടൈപ്പിൽ ഗാർണിഷ് ചെയ്ത ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ലഡു, തേങ്ങാപ്പീര വെച്ചിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ്സ് വഴിയായിട്ട് അറിയിക്കണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതോടൊപ്പം തന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ ബൈ ബൈ.